കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി. ഇന്ന് വൈകിട്ട് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഫ്രാൻസിസ് ജോർജ് തന്നെ ഉറപ്പായോ? തീർച്ചയായിട്ടും ഏകദേശം ഉറപ്പാണ്. കാരണം മറ്റ് പേരുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിജയ സാധ്യത എന്നുള്ളത് പരിഗണിക്കുമ്പോൾ അത് ഫ്രാൻസിസ് ജോർജ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് നേതൃത്വത്തിനും ഫ്രാൻസിസ് ജോർജിനോട് താല്പര്യമുണ്ട്. UDFന്റെ ഉറച്ച കോട്ടയാണ്, കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജിനെ പോലെ കരുത്തനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇക്കാര്യം കേരള കോൺഗ്രസുമായി പങ്കുവച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ PJ ജോസഫോ മോൻസ് ജോസഫോ ആയിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഏതായാലും പാർലമെന്റിലേക്ക് ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് അടുത്ത കരുത്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഫ്രാൻസിസ് ജോർജിന്റെ പേര് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFൽ നിന്നും സീറ്റ് സംബന്ധിച്ച് അവസാനമായിട്ടുള്ള ഒരു അറിയിപ്പ് കേരള കോൺഗ്രസിന് ലഭിക്കേണ്ടതുണ്ട്. ആ അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ എത്രയും വേഗം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോട്ടയത്ത് വെച്ച് ഈ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള വിവരം തന്നെയാണ്. അല്ലെങ്കിൽ നാളെ എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതിനുള്ളിൽ തന്നെ പ്രഖ്യാപനം നടത്തും. കാരണം കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ പ്രചരണം സജീവമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം കേരള കോൺഗ്രസ് UDFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ തുടരുന്നതാണ് ഈ ഒരു കാലതാമസം എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടൊരു പോരാട്ടം 44 വർഷത്തിന് ശേഷം നേരിട്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കോട്ടയം മണ്ഡലം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉടൻ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണു, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.